ഹലോ എവരിവൺ. അങ്ങനെ പുതിയൊരു പ്രൊമോ വന്നു മക്കളെ. ആ പ്രൊമോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. ഒരു കാര്യം പറയുകയാണ്, ഞങ്ങൾ വലിയൊരു ഫ്രണ്ട്സാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു അനുമോളും ഈ പറയുന്ന ആദിലയും നൂറയും ഇത്രയും ദിവസം നിന്നത്. എന്നാൽ ആദിലയും അനുമോളും അടി തുടങ്ങുന്നു മക്കളെ. അതിൻ്റെ പ്രൊമോ വീഡിയോ നിങ്ങളൊന്ന് കാണണം. അതിനുശേഷം നമ്മുടെ അനീഷിൻ്റെ മാസ്സായിട്ടുള്ള തിരിച്ചുവരവാണ്. തീയായിട്ടുള്ള ചില കാര്യങ്ങൾ അനീഷ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അനീഷിന് പറയാനുള്ളത്, ആ കാര്യം കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആദ്യം ഇന്നത്തെ ഏറ്റവും അവസാനം വന്ന പ്രൊമോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, എല്ലാത്തിലും കൈയിട്ട് വരല്ലേ അനു, നിർത്ത്. കെട്ടിലമ്മ ചമയാൻ വന്നേക്കണേ. എനിക്ക് അറിയാൻ, എനിക്ക് കൊടുക്കാനും അറിയാം. നമ്മ ഞങ്ങളുടെ വായിലോട്ട് ഇടുന്നത് എന്റെ കൂടെ എടുത്തിട്ട് അണ്ണാക്കിലിട്ട് നീ കുറച്ച് വെള്ളം കുടിച്ച് ഊഞ്ഞാലിൽ പോയിരിക്കും. ഊഞ്ഞാലിൽ പോയിരിക്കണോ അതോ നന്മ മരത്തിന്റെ അടുത്ത് ക്യാമറ നോക്കി നോക്കണോ ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. എന്തിനത് ഈക്വലായിട്ട് കൊടുക്കാനുള്ളതല്ലേ? നിന്റെ കാലത്ത് വേണ്ട ആവശ്യമുള്ള കഴിക്കും. വലിയ നന്മമരാവല്ലേ ഉണക്കമരം. പൊന്നുമക്കളെ, കപ്പാണ് പ്രധാനം, വേറൊന്നുമില്ല. ബിഗ് ബോസ് വീടാണ്, അവിടെ ഫ്രണ്ട്ഷിപ്പിനൊന്നും വിലയില്ല. കണ്ടില്ലേ നിങ്ങൾ? കുനുമോൾ ഫാൻസ്, അതായത് നമ്മുടെ രാജ് ടാൾസും ഈ പറയുന്ന സമ്മർ മീഡിയ അതുൽ വ്ളോഗ്സ്, അതുലിന് പൈസ ഒന്നും കിട്ടുന്നില്ല, അതുൽ വെറുതെയാണ് അനുമോൾക്ക് PR ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ പറയുന്ന രാജ് ടാൾസും സമ്മർ മീഡിയയും കരയുകയാണ്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? അനുമോളെ ഞങ്ങൾ എങ്ങനെ പറയും? അതായത് അനുമോൾ മാസ്സായിട്ടുള്ള, ഞാൻ അങ്ങനെ പറയുകയാണ്, മാസ്സായിട്ടുള്ള നെഗറ്റീവാണ് പൊന്നുമക്കളെ വന്നത്. ആ പ്രൊമോയുടെ താഴെ വന്ന കുറച്ച് കമൻറ്റ് നമുക്ക് വായിക്കാം. അതിനുശേഷം അനീഷിൻ്റെ വിഷയം ചർച്ച ചെയ്യാം. ഓക്കെ, അനുമോൾ ഹേറ്റ് ബട്ടൺ നോക്കൂ നിങ്ങൾ. അതായത് 2140 ലൈക്കാണ് ആ ഒരു കമൻറ്റിന് വന്നത്. നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ പ്രൊമോ വന്ന സമയത്ത് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ 2140 ലൈക്സ് ആണ് അനുമോൾ ഹാറ്റ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എന്തായാലും ഒരു 10K ലൈക്സ് ആയിട്ടുണ്ടാവും. എന്താ അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മർ മീഡിയ കരയുകയാണ്. 16 ലക്ഷം മേടിച്ചതല്ലേ, ഇനി എങ്ങനെ ഞങ്ങൾ അനുമോളെ വെളുപ്പിക്കും? പിന്നെ അതുൽ വ്ളോഗ്സ് അനുമോളുടെ PR എന്ന് പറയുന്നത് തെറ്റാണ്. അവന് ആരും ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല, കൂട്ടത്തിൽ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അനുമോളെ പൊക്കി പറയുന്നു എന്ന് മാത്രമാണ്. അതുലിന് ഒരു രൂപ പോലും ആരും കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഓക്കെ, അടുത്ത കമൻറ്റ്, ചില സമയത്തൊക്കെ അനുമോൾ കുറച്ച് ഓവറാണ്, പ്രത്യേകിച്ചും ഭക്ഷണ കാര്യത്തിൽ വിട്ടുകൊടുക്കില്ല. അത് വളരെ വളരെ മോശമാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിക്കാം, പക്ഷേ ഭക്ഷണ കാര്യത്തിൽ, തിന്നുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ഒരിക്കലും നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി നിയമം അനുസരിച്ച് ആരെങ്കിലും റോഡ്, ഇപ്പോൾ വീടിന് റോഡ് ചോദിക്കുമല്ലോ, ആ സമയത്ത് റോഡ് നമ്മൾ കൊടുക്കണം. എത്ര സ്ഥലം പോയാലും കുഴപ്പമില്ല. റോഡ്, കുടിക്കുന്ന വെള്ളം, ഭക്ഷണം, ഇതിനൊന്നും ആരും എതിർ നിൽക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, പൊന്നുമക്കളെ, നമുക്ക് അനീഷിൻ്റെ വിഷയത്തിലേക്ക് അടക്കാം. അനീഷ് മാസ്സായിട്ടുള്ള തിരിച്ചുവരവാണ്. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഗെയിമർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ്. ഡോക്ടർ റോബിനെ പോലെ, അഖിൽ മാരാറെ പോലെ ഒരു വലിയ ഒരു അരിഞ്ഞാട്ടം, ഞാൻ അങ്ങനെ പറയുകയാണ്, അനീഷിൻ്റെ മാസ്സായിട്ടുള്ള തിരിച്ചുവരവ്. ഞാൻ പ്ലേ ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കാണണം. ഒരു കാര്യം പറയാതെ പറയുകയാണ് പൊന്നുമക്കളെ. അനീഷ് ആദ്യ ദിവസം മുതൽ 82, 83 ദിവസം വരെ അദ്ദേഹം കളിച്ചത് ഞാൻ ഒറ്റക്കാണ്, നിങ്ങളാരും എൻ്റെ വീട്ടിലേക്ക് വരരുത്, നിങ്ങളെല്ലാവരും എൻ്റെ ഫ്രണ്ടല്ല, അങ്ങനെ പറഞ്ഞ അനീഷ് ട്രാക്ക് ചേഞ്ച് ആക്കുകയാണ്. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അനീഷിൻ്റെ മാസ്സായിട്ടുള്ള മരണമാസായിട്ടുള്ള ഗെയിം ഓൺ ആവുകയാണ് മക്കളെ. അനീഷ് പറയുകയാണ്, അതെല്ലാം എൻ്റെ ഗെയിമായിരുന്നു, നിങ്ങളൊക്കെ വരണമെന്ന് പറയുകയാണ്. അതാണ് ഗെയിമർ എന്ന് ഞാൻ പറയുകയാണ്. അതായത് വിജയം അദ്ദേഹത്തിന്, കപ്പ് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു മക്കളെ. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് വരുന്ന കമൻറ്റ്, അതായത് എല്ലാവരും അനീഷിനങ്ങ് ആരാധകർ കൂടുകയാണ് മക്കളെ. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം അനീഷിൻ്റെ ആരാധകർ അങ്ങനെ കൂടി വരികയാണ്. ഞാൻ ചെറിയൊരു പോൾ സൈഡിൽ വെച്ച് തരാം. നോക്ക്, ഇത് സമ്മർ മീഡിയയുടെ പോളാണ്. എന്താണ് സമ്മർ മീഡിയ? 16 ലക്ഷം മേടിച്ചിട്ട് അനുമോളെ മാത്രം പൊക്കി പറയുന്ന ഒരു ചാനലാണ് ഈ പറയുന്ന സമ്മർ മീഡിയ. ഈ പറയുന്ന സമ്മർ മീഡിയയിൽ അനീഷിന് ഇത്രയധികം വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ സമ്മർ മീഡിയ എന്ന് പറയുന്ന ചാനൽ A to Z ആയിട്ട് അനുമോളെ മാത്രം പൊക്കി പറയുന്ന ഈ ചാനലിലടക്കം അനീഷിന് ഇത്ര വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അനീഷിൻ്റെ അവസ്ഥ? പൊന്നുമക്കളെ, എന്താണ് അനീഷിന് ഇത്രയധികം വോട്ട് കിട്ടാനുള്ള കാരണം? ഞാൻ പ്ലേ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് കാണണം. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ ബിഗ് ബോസിന്റെ ടീമിനോടാണ്. എന്നിൽ വിശ്വാസം അർപ്പിച്ച് എന്നെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റായിട്ട് ഈ ബിഗ് ബോസിലേക്ക് കടത്തി വിടുമ്പോൾ സത്യമായിട്ട് എനിക്ക് എങ്ങനെയാണെന്നൊന്നും ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ അറിയാനാണ് അനീഷ്? നീ ഒരു സാധാരണക്കാരനല്ലേ, ഞങ്ങളെപ്പോലുള്ളവനല്ലേ?
നിനക്ക് എങ്ങനെ, അതായത് ഞാനൊരു കാര്യം പറയുകയാണ്, എന്നെ പോലെയുള്ളവർ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റേജ് കയറിയിട്ട് അറിയില്ല, നാലോളോട് സംസാരിച്ചിട്ട് അറിയില്ല. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 4-5 മാസം ആയതേ ഉള്ളൂ. ഇത് മാത്രമാണ് ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോലെയുള്ള നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ബിഗ് ബോസിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും അറിയോ? അവിടെയാണ് നമ്മുടെ അനീഷ് സിനിമക്കാരെയും സീരിയൽക്കാരെയും എല്ലാവരെയും തോൽപ്പിച്ച് അനീഷും അവിടെ തെളിയിക്കുകയാണ് സാധാരണക്കാരനും ബിഗ് ബോസിൽ കയറാം, സാധാരണക്കാരനും കപ്പെടുക്കാം, സാധാരണക്കാർക്കും ഇങ്ങനൊരു ഷോയിൽ വിൻ ചെയ്യാമെന്ന് അറിയിച്ച ഒരു മരണമാസമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്ന അനീഷൊക്കെ. അടുത്ത വീഡിയോ. അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞ് നിങ്ങളെല്ലാവരെയും ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം ഞാൻ എന്താ പറയുക, ഒന്നും മറയ്ക്കാതെ അല്ലെങ്കിൽ ഒന്നും അഭിനയിക്കാതെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. സത്യമാണ് അനീഷ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കാര്യം പറയുകയാണ്, ബിഗ് ബോസിന്റെ ഗെയിം എങ്ങനെയാണ് അങ്ങനെ തന്നെ കളിച്ച അനീഷ് അഖിൽമാരാറെ പോലെ ഡോക്ടർ റോബിന്റെ ഓർമ്മയാണ് എനിക്ക് പേഴ്സണലി വരുന്നത്. അങ്ങനെയാണ്, അതായത് എങ്ങനെ കളിക്കണം, ആദ്യ 10 ദിവസം എങ്ങനെ നിൽക്കണം, അതിനുശേഷമുള്ള 20 ദിവസം എങ്ങനെ നിൽക്കണം, ഏറ്റവും അവസാന 15 ദിവസം എങ്ങനെ ഇരിക്കണമെന്ന് അനീഷിന് അറിയാം മക്കളെ. അവനൊരു ഗെയിമറാണ് മക്കളെ. അടുത്ത ഭാഗം കൂടി കേട്ട് നോക്കാം. അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഒരു സ്നേഹമുണ്ട്, ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഇഷ്ടം എന്നോടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പലപ്പോഴും ആരുടെ പേരും ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുന്നില്ല. എല്ലാവരിൽ നിന്നും എനിക്ക് ഒരു ഇഷ്ടം, സ്നേഹം, കരുതൽ അല്ലെങ്കിൽ സൗഹൃദം, എനിക്ക് അത് എങ്ങനെ നിങ്ങളോട് പറയണം എന്ന് സത്യമായിട്ടും അറിയില്ല. അത്രമാത്രം സ്നേഹം കിട്ടിയ നിമിഷങ്ങളായിരുന്നു കടന്നു പോയിരിക്കുന്നത്. പൊന്നുമക്കളെ, എന്തൊരു വാക്കാണ് എൻ്റെ പൊന്നാര മക്കളെ. അതായത് ആദ്യ 10-20 ദിവസം അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു. കാരണം അത് ബിഗ് ബോസ് ആണ് മക്കളെ. ബിഗ് ബോസിൽ പോയിട്ട് നമുക്ക് സ്വന്തം വീട്ടിൽ എങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കപ്പ് കിട്ടണമെങ്കിൽ കളിക്കണം. അതാണ് അനീഷ് അവിടെ കളിച്ചത്. അതായത് അനീഷിന് അറിയാം എന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആരും എന്നെ മൈൻഡ് ചെയ്യാത്ത പോലെയാണ് അനീഷ് അവിടെ 10-70 ദിവസം അഭിനയിച്ചത്. അതിനുശേഷം അനീഷിനായി ഇനി ഫിനാലെ കടുത്തു. ഇനി എൻ്റെ ഉള്ളത് ഞാൻ എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് അറിയിക്കണം. അതാണ് ഇപ്പൊ അനീഷ പറയുന്നത്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 5 തവണ മാത്രം നോമിനേഷനിൽ വന്നത് എന്ന് വിശ്വസിക്കുന്നു. എനിക്കും നിങ്ങളോടൊക്കെ അതുപോലെ തന്നെ ഇഷ്ടമാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങളോട് ആരോടും എനിക്ക് ഒരു തരത്തിലുള്ള ദേഷ്യമോ പിണക്കമോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ പൊന്നനീഷേട്ടാ, ഒരു കാര്യം പറയുകയാണ്, നിങ്ങളെപ്പോലുള്ള നന്മ മാത്രം മനസ്സിലുള്ള ഒരു കാര്യം പറയുകയാണ്. ഷാനവാസ് വീണ സമയത്ത് ഡ്രാമ എന്ന് പറഞ്ഞ അക്ബർ, ഡ്രാമ എന്ന് പറഞ്ഞ ആര്യൻ, ഡ്രാമ എന്ന് പറഞ്ഞ നെവിൻ, അതായത് ആണുങ്ങളായിട്ടുള്ള 3 പേര് ക്യാപ്റ്റന്മാരാണ് ഇവർ. അതായത് ആ വീടിനെ ക്യാപ്റ്റന്മാരാണ്. ഇങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചാൽ പൊക്കിക്കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഷാനവാസ് വീണ സമയത്ത് അത് ഡ്രാമയാണ്, അവൻ ആക്ട് ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ ഈ പറയുന്ന അനീഷാണ് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാമെന്ന് ഒറ്റ സ്വരത്തിൽ പറഞ്ഞ ഒരൊറ്റ മനുഷ്യനാണ് ഈ പറയുന്ന അനീഷ് പൊന്നുമക്കളെ. അതുകൊണ്ടാണ് എൻ്റെ പൊന്നാര മക്കളെ അനീഷിൻ്റെ മനസ്സെന്ന് പറയുന്നത് നല്ലൊരു മനസ്സാണ്. അദ്ദേഹത്തിന് നിങ്ങൾ വോട്ട് കൊടുക്കുക. ഇത്രയും നല്ലൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പൊന്നുമക്കളെ. ഓക്കെ, ബാക്കി കൂടി കേട്ടുക. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യ നാളുകളിൽ പറഞ്ഞിരുന്നു, ഒരു കയ്യകലത്തിലാണ് നിർത്തുക, എൻ്റെ നാട്ടിലോട്ട് വരരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ അനീഷ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അനീഷ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല, നിങ്ങളെല്ലാവരും എൻ്റെ ശത്രുക്കളാണ്. അതായത് നിങ്ങളെല്ലാവരും എൻ്റെ ശത്രുക്കളാണ്, നിങ്ങളിൽ ഒരൊറ്റ ആൾ പോലും എൻ്റെ വീട്ടിൻ്റെ പടി ചവിട്ടരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞ അനീഷ് പറഞ്ഞത്. എന്നാൽ അനീഷ് അത് മാറ്റുകയാണ് മക്കളെ. എന്താണ് നിലവിൽ അനീഷിനെ പറയാനുള്ളത് കേട്ടു നോക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ ഹൃദയം തൊട്ട് ശിരസ് കുനിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയാണ്, നിങ്ങൾ എന്നെ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, എൻ്റെ നാട്ടിലേക്ക് വരണം. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം.
ഇതാണ് പൊന്നുമക്കളെ അനീഷ്, ഇതാണ് മനുഷ്യൻ. അനീഷ് എന്നല്ല, ഇതാണ് മനുഷ്യൻ. ഓരോ സാധാരണക്കാരും ഇങ്ങനെയാണ്, നല്ലവരായ സാധാരണക്കാരാണ്. കുറേ പേരുണ്ട് നമ്മുടെ ഷാജഹാനെ പോലെ, നിഷാനെ പോലെ വർഗീയതയുടെ വിഷം തുപ്പുന്ന കുറേ പേരുണ്ട് മക്കളെ. അവരെയൊക്കെ നമ്മൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. വർഗീയതയുടെ വിഷം കലക്കിയ ഷാജഹാനും നിഷാനും എന്ന് പറയുന്ന അഖിൽമാരാറ എന്തൊക്കെയോ വൃത്തികേട് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഒരു കാര്യം ഇടക്ക് പറയുകയാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും മനുഷ്യന്മാരാണ്. ഇവിടെ നാരായണൻ ഒന്നാണ്, വിൻസെന്റ് ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്. ഈ നാട്ടിൽ ഒരൊറ്റ മതമുള്ളൂ, ആ മതത്തിന്റെ പേര് മനുഷ്യ മതമാണെന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന നിഷാനും ഈ പറയുന്ന ഷാജഹാനും അങ്ങനെയുള്ളവരെ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന അനീഷിനെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ് മക്കളെ ഈ രാജ്യത്തിന് വേണ്ടത്, ഈ കേരളത്തിന് വേണ്ടത്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. ഞാനിത് പറയുമ്പോൾ എൻ്റെ വീട്ടുകാർക്കും ഒരുപാട് സന്തോഷമാവുമെന്ന് എനിക്കറിയാം. ഓൾവേസ് എൻ്റെ വീട് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയിരിക്കും. സർവോപരി എനിക്ക് പ്രേക്ഷകരോടും നന്ദി പറയാനുണ്ട്. കാരണം 5 തവണയെ ഞാൻ നോമിനേഷനിൽ വന്നുള്ളൂ എങ്കിലും നിങ്ങളെല്ലാവരും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്നെ സ്വീകരിച്ചു, എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. അപ്പം എൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള നന്ദി ഞാൻ പറയേണ്ടത് പ്രേക്ഷകരോടാണ്. സോ പ്രേക്ഷകരോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തിനാണ് അനീഷയെ ഞങ്ങൾക്ക് നന്ദി പറയുന്നത്? നിങ്ങൾക്കല്ല അനീഷയെ നന്ദി പറയേണ്ടത്. നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരൻ ബിഗ് ബോസിൽ പോയി കൊടുങ്കാറ്റായത് ഞങ്ങളുടെ ഒരു ഭാഗ്യമല്ലേ, ഞങ്ങൾക്കും ഒരു ധൈര്യമല്ലേ? സാധാരണക്കാരായ ഞങ്ങൾക്കും നാളെ ഏതെങ്കിലും വലിയ ഷോയിൽ പോയാൽ ഞങ്ങൾക്കും മത്സരിക്കാം, ഞങ്ങൾക്കും വിജയിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളാണ് മാതൃക. ഞങ്ങൾ നിങ്ങളോടാണ് അനീഷയെ നന്ദി പറയേണ്ടത്. പൊന്നുമക്കളെ, ഈ വിഷയത്തിൽ എന്താണ് സായി കൃഷ്ണക്ക് പറയാനുള്ളത്? സീക്രട്ട് ഏജന്റായ സീസൺ 6 നിലവിൽ എങ്ങനെയാണോ സാബുമോൻ ഗെയിം കളിക്കുന്നത്, അതായത് ആരോടും മിണ്ടാണ്ട് ഒരു സൈഡിൽ മിണ്ടാതിരുന്നിട്ടല്ലേ നമ്മുടെ സാബുമോൻ ഗെയിം കളിക്കുന്നത്, അങ്ങനെ സീസൺ 6 ഗെയിം കളിച്ച് നമ്മുടെ സീക്രട്ട് ഏജന്റായ സായി കൃഷ്ണ, അതായത് ആരോരോടും ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്കണവാടിക്ക് ആദ്യം നമ്മുടെ കുട്ടികൾ പോയാൽ എങ്ങനെയാണോ അവിടെ ഗെയിം കളിക്കുന്നത്, ടൗസർ ഇട്ട് ഒരു പൂച്ചയെ പോലെ മിണ്ടാണ്ടിരുന്ന നമ്മുടെ സീക്രട്ട് ഏജന്റായ സായി കൃഷ്ണക്ക് എന്താണ് അനീഷിനെ കുറിച്ച് പറയാനുള്ളത്? ജസ്റ്റ് ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആള് മാറി. ഇപ്പോ സ്ത്രീകൾ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിൽ, അവർ സാരി എടുത്തൊന്നും ആ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള ചേഞ്ചാണ് അനീഷിന് വന്നിട്ടുള്ളത് ഈ സീസണിൽ. 100% ശരിയാണ് എൻ്റെ പൊന്നു സീക്രട്ട് ഏജന്റായ സായിയെ. എൻ്റെ പൊന്നു സീക്രട്ട് ഏജന്റായ സായിയെ ഒരു കാര്യം പറയുകയാണ്, അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നീയല്ല. നീ അവിടെ ടൗസർ ഇട്ട് മിണ്ടാണ്ടിരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സായിയെ പറയാൻ കാരണം ഏറ്റവും കൂടുതൽ അനീഷിനെ നെഗറ്റീവ് അടിപ്പിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന സായി കൃഷ്ണ. അപ്പോൾ സായി കൃഷ്ണ എല്ലാ റിവ്യൂലും അനീഷിനെ നെഗറ്റീവ്, അവനൊരു വൃത്തികെട്ടവനാണ്, അവന് ഗെയിം കളിക്കാൻ അറിയില്ല, അങ്ങനെയാണ് സായി കൃഷ്ണ പറയുന്നത്. അതുകൊണ്ടാണ് സായിയുടെ ഗെയിം ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഓക്കെ പൊന്നുമക്കളെ, അപ്പോൾ ഞാൻ ഏതായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. പൊട്ടിക്കരയുകയാണ് സമ്മർ മീഡിയ, പൊട്ടിക്കരയുകയാണ് രാജ് ടാൾക്സ്. എങ്ങനെ ഞങ്ങൾ അനുമോളെ വെളുപ്പിക്കും? അതിനിടെ 1 രൂപ പോലും കിട്ടാത്ത അതുൽ വ്ലോഗ്സ്, വെറുതെ ഞാൻ അനുമോളുടെ PR ആണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അതുൽ വ്ലോഗ്സ്, 1 രൂപ പോലും അതിനാരും കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കാരണം കൊടുക്കുന്ന വാർത്ത എല്ലാം കള്ള വാർത്തയാണ്. ബിഗ് ബോസിൽ നടക്കാത്ത വാർത്ത നടന്നു എന്ന് ആദ്യം പറയുന്ന ഒരാളാണ് ഈ പറയുന്ന അതുൽ എന്ത് വാർത്ത കൊടുത്താലും 99.9% അതിൽ കള്ളത്തരം മാത്രമാണ് അതുൽ വെക്കുന്നത്. അതുകൊണ്ട് അതിനാരും 1 രൂപ പോലും കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, അതായത് 99% ഇല്ലാത്ത കാര്യമാണ് അതിൽ വിടുന്നത്. ഓക്കെ, അതിനെതിരെ കുറെ ഫാമിലി കേസിനും കാര്യത്തിനൊക്കെ പോയതാണ് ഈ പറയുന്ന ബഷീർ ഒക്കെ. പൊന്നുമക്കൾ, അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.